സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ടെഫ് മില്ലറ്റില്ലേ, നമ്മുടെ FSSAI അംഗീകരിച്ച 15 മില്ലറ്റിലൊന്നാണ് ടെഫ്. അതിൻ്റെ പൊടിയാണ്, മാവ് പൊടിയാണ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് മില്ലിൽ പൊടിച്ചത്. അപ്പം ഇത് എത്യോപ്യക്കാർ ഉപയോഗിക്കുന്നത് അവരുടെ ഒരു തരം ദോശയാണ് ഉണ്ടാക്കാനാണ്. അതിന് ഇഞ്ചേര എന്നാണ് പറയണത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അപ്പം ഇത് എത്യോപ്യയിലെ ആളുകൾ ഉണ്ടാക്കിയതാണ്, ആഫ്രിക്കൻ കൺട്രിയെ. അപ്പം ഇവിടെ എല്ലായിടത്തും കിട്ടും ഇത്. ഇതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ളത് വേണമെങ്കിൽ കാണിക്കാം. അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട്, ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പം മാവ് എങ്ങനെ ഇരിക്കുന്നു വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെ ഇരിക്കും മാവ്. ഇതാണ് നമ്മൾ ഈ ഇപ്പൊ കാണിച്ച ടെഫ് ഫ്ലോറിന്റെ ദോശമാവ്. അപ്പൊ ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉഴുന്നും ഈ ടെഫ് ഫ്ലോറിന്റെ മാവും വെച്ചിട്ടാണ്, പൊടിയും വെച്ചിട്ടാണ്, ഫ്ലോറും വെച്ചിട്ടാണ്. അപ്പൊ ഈ ഉഴുന്ന് 50%, ഈ ടെഫ് ഫ്ലോർ 50% എടുത്തത്. അപ്പോൾ ഉഴുന്ന് നമ്മൾ പൊടിയാക്കിയിട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഉഴുന്ന് നമ്മൾ ഒരു ആവശ്യത്തിന് ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് വെള്ളത്തിൽ മുക്കി വെക്കും രാത്രി 12 മണിക്കൂർ, ഓവർനൈറ്റ്. രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അത് നമ്മൾ പേസ്റ്റ് പോലെ ആക്കും. എന്നിട്ട് അതിൻ്റെ പിന്നെ അതിനോട് നമ്മൾ ഈ ടെഫിൻ്റെ ഫ്ലോർ ചേർക്കുന്നു. അതിൻ്റെ മൊത്തത്തിൽ ഇപ്പോൾ കണക്ക് പറഞ്ഞത് 50% രണ്ടും എടുക്കണം വെച്ച് വരും. 50% ഉഴുന്നും 50% ടെഫ് ഫ്ലോറും. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 24 hours ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ മാവ്. അപ്പം ഇങ്ങനെ വരും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടെഫ് വെച്ചിട്ടുള്ള ദോശ, അല്ലെങ്കിൽ എത്യോപ്യക്കാർ പറഞ്ഞ പോലെ ഇഞ്ചേര എന്ന് പറയണത്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവരുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ ടേസ്റ്റ് നമ്മുടെ ദോശയുടെ പോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഞ്ചേര ടെഫ് ഫ്ലോർ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. എൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇട്ടേക്കാം. ഇതാണ് ഇഞ്ചേര. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരുതരം മില്ലറ്റാണ്. ഇത് ടെഫ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് മേടിക്കുന്നത് ഇവരുടെ സൈറ്റിൽ നിന്ന് കിട്ടും, rawseed.net. ഇത് ആഫ്രിക്കൻ മില്ലറ്റാണ്, ഏൻഷ്യൻ ഗ്രെയിൻ ഓഫ് ആഫ്രിക്ക. പക്ഷേ ഇതിപ്പോൾ ബാക്കി രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇപ്പോൾ പരാഗ്വ എന്നാണ് ഇത് വന്നേക്കുന്നത്. പരാഗ്വയുടെ പ്രൊഡക്റ്റാണ്, സൗത്ത് അമേരിക്കൻ കൺട്രി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് വേൾഡ്സ് സ്മോളസ്റ്റ് ഗ്രെയിൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഗോതമ്പിനേക്കാളും അതിൻ്റെ 100th ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഗ്രെയിൻ, സ്മോളസ്റ്റ് ഗ്രെയിൻ. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് 3 ടൈപ്പ് കിട്ടും. റെഡ്, ബ്രൗൺ, വൈറ്റ്, അങ്ങനെ 3 കളറിലുള്ളതുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ റെഡിഷാണ് കിട്ടിയേക്കണം. അതിൽ വൈറ്റാണ് എക്സോട്ടിക്, അതിൻ്റെ വില കൂടുതലാണ്. പിന്നെ ഈ ഇതിലാണ് അയണിൻ്റെ കണ്ടൻറ്റ്, റെഡിലാണ് അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത്. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. പിന്നെ എത്യോപ്യ, എറിട്രിയ അവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. പിന്നെ ഈ ഗ്രെയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി ഉള്ള ഒരു ആകെപ്പാടെയുള്ള ഒരു ഗ്രെയിനാണ് എനിക്കറിയാവുന്നത്. വേറെ എന്തെങ്കിലും ഗ്രെയിനിൽ വിറ്റാമിൻ സി കിട്ടുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയാം. പിന്നെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. പിന്നെ റിച്ച് ഇൻ ലൈസിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ ഹെർപ്പസ് എന്ന് പറഞ്ഞ അസുഖമുള്ളവർക്ക് ഭയങ്കര ഗുണമുള്ള സാധനമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗുഡ് സോഴ്സ് ഓഫ് അയൺ ആണ്. പിന്നെ റെസിസ്റ്റൻസ് ചാർജ് ഉണ്ട്. റെസിസ്റ്റൻസ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് വൻകുടലിലേ ദഹിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്.
പിന്നെ ഹൈ ഇൻ കാൽഷ്യം, ഹൈ ഇൻ ഫൈബർ, പിന്നെ ഗുഡ് സോഴ്സ് ഓഫ് ബി വിറ്റാമിൻസ് ഉണ്ട്, B6, നിയാസിൻ, ഫോളേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മിനറൽസ് പറയുകയാണെങ്കിൽ മാംഗനീസ്, അയൺ, കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എല്ലാം ഉണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ PMS, പോസ്റ്റ് മെൻസ്ട്രൽ സിൻഡ്രോമിനെ ഉപയോഗിക്കാറുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് പെയിൻ റിലീവ് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ പോസിറ്റീവ് മില്ലറ്റ്സിൻ്റെ എല്ലാം കൂടെ ഉണ്ട്. ഡയബറ്റിക് ലോവർ ചെയ്യും, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ്, പിന്നെ BP കുറക്കും, പിന്നെ വെയിറ്റ് ലോസ് നല്ലതാണ്. പിന്നെ ഇത് കുക്ക് ചെയ്യണത് 2 രീതിയിലും കുക്ക് ചെയ്യാം. ഗ്രെയിനായിട്ടും കുക്ക് ചെയ്യാം, പിന്നെ ഇതിൻ്റെ ഫ്ലോർ ആക്കിയിട്ട് നമ്മൾ ദോശയാക്കിയിട്ട് ചെയ്യാം. എത്യോപ്യയിൽ അങ്ങനെ ചെയ്യണം, അതിന് ഇഞ്ചേര എന്ന് പറയുന്നത്. പിന്നെ ക്ലൈമറ്റ് സ്മാർട്ടാണ്, ഏത് ക്ലൈമറ്റിലൂടെങ്കിലും വരും. ഈ ഡ്രോട്ട് കണ്ടീഷനിലാണെങ്കിലും പിന്നെ വാട്ടർ ലെവൽസ് കണ്ടീഷനിൽ മഴ പെയ്താലും അതിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ പ്ലസ് പോയിന്റ്. ഇത് നമുക്കിനി ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഗ്രെയിൻ ഇങ്ങനെ ഇരിക്കും, കവറിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും. ബൗളിലോട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും, ബ്രൗണിഷ് കളറാണെന്ന് തോന്നുന്നു. രണ്ട് രീതിയിൽ കുക്ക് ചെയ്യട്ടോ. എന്ന് പറഞ്ഞാൽ പല അളവുകളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 കപ്പ് എടുക്കാൻ പറയുന്നവരുണ്ട്, 4 കപ്പ് എടുക്കാൻ പറയുന്നവരുണ്ട്. അപ്പോൾ ഈ 3 കപ്പ് 4 കപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കുഴമ്പ് പോലെ ആയിപ്പോവും. ഈ കഞ്ഞി കുഴമ്പ് രൂപത്തിലാക്കിയ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ 1 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ വെള്ളവും അതിനേക്കാളും പിന്നെ കുറച്ചൊരു ഇത്തിരി കൂടി കൂടുതൽ വെള്ളം എടുക്കുക. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്ത് നമുക്കൊരു ഗ്രെയിൻ പോലത്തെ രീതിയിൽ ആക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഒരു ഗ്രെയിൻ പോലെയാവും. അപ്പോൾ ആ വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്യുക, മാറ്റി 5 മിനിറ്റ് വെക്കുക, അത്രേ ഉള്ളൂ. ഇനി അല്ല ഈ കഞ്ഞി പോലെ അല്ലെങ്കിൽ കുഴമ്പ് പോലെയൊക്കെ ആക്കണമെങ്കിൽ 1 കപ്പിന് 3 കപ്പ് വെള്ളം. അപ്പോൾ ഈ ഗ്രെയിൻ ആ രീതിയിൽ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എത്ര എടുക്കണോ, എത്ര കപ്പ് എടുക്കുന്ന അത്രയും തന്നെ വെള്ളം കൊടുക്കുക. അതിനേക്കാളും ഒരു 1 ഇഞ്ച് കൂടി ഹൈറ്റിൽ വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അത്ര അങ്ങനെ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടഫ് ഗ്രെയിൻ നമ്മുടെ ഈ പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടഫ് മില്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രൂപത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം.